സുരേഷ് ഗോപിക്ക് പുറകെ തൃശ്ശൂരിങ്ങെടുക്കാൻ ഇതാ ഒരാൾ കൂടി വരികയാണ്. ഇക്കുറി ഒരു വ്യത്യാസമുണ്ട്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലമല്ല, തൃശ്ശൂർ നിയമസഭാ മണ്ഡലം. എടുക്കാൻ വരുന്നത് പത്മജയാണ്, നമ്മുടെ ലീഡറുടെ മകൾ. എന്താണ് സാർ, പത്മജയ്ക്ക് തൃശ്ശൂർ കിട്ടുമോ? ഈ 2021 അവിടെ നിയമസഭയിലേക്ക് മത്സരിച്ചതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട്, അല്ലേ? അതെ, സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥി, ബാലകൃഷ്ണൻ LDF സ്ഥാനാർത്ഥി. അതെ, LDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. അതിശക്തമായ പോരാട്ടം, അതിശക്തമായി എന്ന് വെച്ചാൽ കടുത്ത ത്രികോണ മത്സരമായിരുന്നു. കാരണം അതിനു മുമ്പ് പത്മജ അവിടെ പരാജയം ഉണ്ടായെങ്കിലും അവിടെ തന്നെ നിന്നു എന്നുള്ളത്, അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത ഒരാളാണ്. പക്ഷെ ഇപ്പോഴും അവർക്ക് തൃശ്ശൂരുമായിട്ട് വലിയ ബന്ധമുണ്ട്. അവർ ജനിച്ചതും വളർന്നതും ഒക്കെ ആ നാട്ടിലല്ലേ. അവർക്ക് കരുണാകരന്റെ ബന്ധം നമുക്കറിയാമല്ലോ. പക്ഷെ ആ കരുണാകരനെ തന്നെ അവിടെ തോപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ ജനങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ പത്മജയോട് പലരും ചോദിക്കാറുണ്ട്, പത്മജ പലരെയും കൊണ്ടുപോകുമോ BJPയിലേക്ക്? പത്മജ അന്നേ പറഞ്ഞു സമയമാകുമ്പോൾ പലരും വരും എന്ന്. അത് പത്മജയുടെ സഹോദരൻ മുരളിയേം വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പത്മജ വന്ന സമയത്ത് അവർക്കെതിരെ വലിയ എതിർപ്പൊക്കെ ഉയർന്നപ്പോൾ മുരളീധരൻ, പെങ്ങൾക്കെതിരെ K മുരളീധരൻ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ കൊടുത്തപ്പോൾ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ ഒരു മറുപടി പറഞ്ഞു. ആ ഒറ്റ വരി മറുപടിയിൽ K മുരളീധരന്റെ വായടഞ്ഞുപോയി. മുരളീധർ ജി എന്ന് വിളിക്കേണ്ടതാണ് ഭാവിയിൽ, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല എന്നാണ്. അതോടുകൂടി K മുരളീധരൻ പിന്നെ ഈ വിഷയത്തിൽ അദ്ദേഹം ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഇപ്പം പത്മജ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ BJPയുടെ ഒരു യോഗം ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖറും ഒക്കെ സന്നിഹിതനായിരുന്ന അതില് അവിടെ മാർ ആൻഡ്രൂസ് താഴത്തിനെ കാണാൻ പോയപ്പോൾ പത്മജ കൂടെ ഉണ്ടായിരുന്നു രാജീവിനൊപ്പം, ഈ ഇപ്പോഴത്തെ കന്യാസ്ത്രീ വിഷയവും ഒക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഏതാണ്ട് ഒരു 100-250 കോൺഗ്രസ് പ്രവർത്തകര് BJPയിലേക്ക് അംഗത്വം എടുക്കുന്നു. ആ ചടങ്ങിലാണ്. അവിടെ വെച്ച് പത്മജ പറയുന്നു, ഞാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ മുഴുവൻ എടുക്കും. നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഞാൻ തൃശ്ശൂരിങ് എടുക്കുക, ഈ കോൺഗ്രസ്സുകാരെ മുഴുവൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ലീഡറുടെ മകളാണ്, ലീഡറുടെ കൂടെ നിന്നിട്ടുള്ളവരെയൊക്കെ തന്നെ സംരക്ഷിച്ചിട്ടേ ഉള്ളൂ. ഗുരുവായൂർ ഭക്തനാണ് ഈ ലീഡർ. ആ കുടുംബം മുഴുവനും ഗുരുവായൂർ ഭക്തരാണ്. അത് ഞാൻ പറയാൻ കാര്യം എന്നറിയാം, ആശ്രിത വത്സലൻ എന്ന് പറയാം. ആശ്രയിച്ച് നിൽക്കുന്നവരെ മുഴുവൻ ഒന്നും കൈവിടത്തില്ല. അല്ല, അദ്ദേഹത്തിനോട് സഹായം ചോദിച്ച് ചെന്ന ഒരാളിനെയും അദ്ദേഹം വെറും കൈയോടെ മടക്കി അയച്ചിട്ടില്ല. അതുകൊണ്ടാണ് പത്മജ പറയുന്നത്, സാക്ഷാൽ ആപത് ബാന്ധവനാണ്. നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംരക്ഷണം തന്നിരിക്കും എന്ന് അവർക്ക് അതിന് സാധിക്കും. അവരിപ്പോൾ BJPയുടെ ദേശീയ കൗൺസിൽ അംഗം എന്ന് മാത്രമല്ല, നേരിട്ട് അമിത്ഷാ പോലെയുള്ള നേതാക്കളുമായിട്ട് നല്ല അടുപ്പം പുലർത്തുന്ന ഒരാളാണ് പത്മജ. എന്നിട്ട് പത്മജ തന്നെ പറയുന്നുണ്ട്, പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താ സ്ഥാനമൊന്നും ആയില്ലേ, കിട്ടത്തില്ലയോ? പത്മജ അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയാം, എനിക്കിപ്പോൾ മനസ്സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയിലായിരുന്നപ്പോൾ എനിക്കതിന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഞാൻ മനസ്സമാധാനത്തിലാണ്. അപ്പുറത്ത് പാരവെപ്പും കുതികാൽ വെട്ടും എന്താ പറയണ്ടേ, ചവിട്ടിത്താഴ്ത്തലും ഒക്കെയാണ്, അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക, ഇതൊക്കെയാണ്. BJPയിൽ അതൊന്നും ഉണ്ടാവില്ല. ഈ പറയുന്നത് പോലെ അവർക്ക് സ്വസ്ഥമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു തട്ടകം അവിടെ ഉണ്ടാകും. പിന്നെ തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ വിജയത്തിൽ പത്മജയ്ക്ക് വലിയ പങ്കുണ്ട്. അത് കേന്ദ്ര നേതൃത്വത്തിന് നല്ല ബോധ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ പത്മജയ്ക്ക് മുന്തിയ പരിഗണന BJPയിൽ കിട്ടുമെന്ന് നമുക്ക് കരുതാം. അതുകൊണ്ട് തന്നെ പത്മജ പറയുന്നുണ്ട്, ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷൻ നമ്മൾ എടുക്കും, നമ്മൾ പിടിച്ചെടുത്തിരിക്കും എന്നാണ് പറയുന്നത്. തൃശ്ശൂർ മാത്രമല്ല, തിരുവനന്തപുരവും പിടിക്കുമെന്ന് തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ പത്മജയ്ക്ക് അവിടെ നമ്മൾ BJPയുടെ മറ്റു പൊളിറ്റിക്സ് ഒക്കെ മാറ്റിവെച്ചാൽ BJPക്ക് അവിടെ ഒരു മിനിമം ബേസ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പത്മജയുടെ എഫർട്ട് കൂടെ ഉണ്ടായാൽ, പത്മജ കൊണ്ടുവരുന്ന കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തൃശ്ശൂർ അതൊരു വലിയ മാറ്റത്തിന് കാരണമാകും എന്ന് ഉറപ്പാണ്. മാത്രമല്ല സാർ, കഴിഞ്ഞ തവണത്തെ വോട്ട് വിഹിതം നമ്മളൊന്ന് വോട്ട് നില പരിശോധിച്ചു 2021 ഈ ബാലകൃഷ്ണൻ ഏതാണ്ട് 43,000 ചില്ലുവാനം വോട്ടാണ് കിട്ടിയത്. ഞാൻ കൃത്യമായ സംഖ്യ ഓർക്കുന്നില്ല. ഒരു പറഞ്ഞതുപോലെ ഏതാണ്ട് 44,000 ഇല്ല, അതിന് താഴെയാണ്.
പത്മജയ്ക്ക് 41,000 ചില്ലുവാന വോട്ട് കിട്ടി. വളരെ നേരിയ ഒരു 3000-ന് താഴെ വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഈ ബാലകൃഷ്ണനും പത്മജയുമായിട്ടുള്ളൂ. തൊട്ടു പുറകിൽ സുരേഷ് ഗോപി നിൽക്കുകയാണ്. അതായത് 40,000 ചില്ലുവാന വോട്ടുകളുമായിട്ട് സുരേഷ് ഗോപിയും പത്മജയായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1000 വോട്ടിന്റെ വ്യത്യാസം കാണും. ആ പ്രതീക്ഷയായിരുന്നു സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നത്. അതെ, ഇവിടെ പിടിച്ചെടുക്കാം. അല്ല, അത് തീർച്ചയായിട്ടും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ ഈ സുരേഷ് ഗോപിക്ക് കിട്ടുന്ന BJP വോട്ടും പ്ലസ് പത്മജയുടെ വോട്ടും കൂടെ ചേർന്നപ്പോൾ അത് വലിയ ഒരു വോട്ട് സംഖ്യയായി മാറി. അതുകൊണ്ട് തന്നെയാണ് മറ്റേത് മണ്ഡലത്തിൽ BJP തോറ്റുപോയാലും ശരി, തൃശ്ശൂർ BJPക്ക് ഷുവർ സീറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് പത്മജ മത്സരിച്ചാൽ ഉറപ്പായിട്ടും BJP. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കോർപ്പറേഷനും BJP പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സാധ്യതയല്ല, ഉറപ്പായിട്ടും. കാരണം തിരുവനന്തപുരത്ത് കയ്യെത്തും ദൂരത്തിൽ നിൽക്കുകയാണ്. അല്ല, തിരുവനന്തപുരത്തിന്റെ പൊളിറ്റിക്സും തൃശ്ശൂരിന്റെ പൊളിറ്റിക്സും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. രണ്ടിനും അതിൻ്റെതായ ചില മാനങ്ങളുണ്ട്, അതിൻ്റെതായ ചില സ്വഭാവങ്ങളുണ്ട്, ജിയോഗ്രഫിക്കൽ ഒക്കെയുണ്ട്. പ്രാദേശിക രാഷ്ട്രീയത്തിനും പ്രാദേശിക പ്രശ്നങ്ങൾക്കും അല്ല. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരിക്കലും ഈ മണ്ഡലങ്ങൾ, വാർഡുകൾ, തൊട്ടടുത്ത വാർഡുകൾ തമ്മിൽ പോലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഈ തൃശ്ശൂരിലെ പ്രസംഗിച്ചപ്പോൾ പത്മജ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. എൻ്റെ അച്ഛനെ പിന്നിൽ നിന്നും മുമ്പിൽ നിന്നും കുത്തിയവരുണ്ട്, അത് ഞാൻ ഒരിക്കൽ പറയും എന്ന് പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അവരൊരു രാഷ്ട്രീയ മര്യാദ കാണിക്കുന്ന ഒരു നേതാവാണ്. തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു മാന്യത, എപ്പോഴും ഈ രാഷ്ട്രീയ സദാചാരം, രാഷ്ട്രീയ മാന്യത, അതിനൊക്കെ വലിയ വില കൊടുക്കുന്ന ഒരാളാണ്, ഒരു നേതാവാണ് പത്മജ. അതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. അവർ വായ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ കോൺഗ്രസ്സുകാർ നെട്ടോട്ടം ഓടേണ്ടി വരും, അത് തീർച്ചയാണ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഈ തൃശ്ശൂർ അങ്ങ് രാജീവ് ചന്ദ്രശേഖർ അവിടെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതാണ് നല്ലത്. അതിനകത്ത് ഇടപെടാതെ മാറി നിൽക്കുക, തൃശ്ശൂർ പത്മജയെ ഏൽപ്പിക്കുക, മറ്റ് പാർട്ടിയുടെ മറ്റു മിഷണറിയും കാര്യങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്യുക. അവർ ജയിച്ചോളൂ. കാരണം അവരുടെ തട്ടകമാണ്. കാരണം അവർക്ക് നേരിട്ട് അവിടുത്തെ വോട്ടർമാരുമായിട്ട് ബന്ധമുണ്ട്, പേരെടുത്ത് വിളിക്കാൻ തക്കവണ്ണമുള്ള അടുപ്പം. സാർ, അത് മാത്രമല്ല, അതിനകത്തൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. അത് ഈ രാഷ്ട്രീയ നിരീക്ഷകന്മാർ പെട്ടെന്നത് വിശകലനം ചെയ്ത് പറയില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മത്സരിച്ചത് ആരാ? BJPക്കെതിരെ കെ മുരളീധരനാണ്, സാക്ഷാൽ ലീഡറുടെ മകനാണ്. സുരേഷ് ഗോപിയുടെ കൂടെ നിന്നതാരാ? ലീഡറുടെ മകളാണ്. ഈ ലീഡറുടെ മകനും ലീഡറുടെ മകളും തമ്മിൽ അവിടെ ഏറ്റുമുട്ടിയപ്പോൾ ജയമാർക്കായിരുന്നു? ലീഡറുടെ മകൾ നിന്ന ഭാഗത്താണ് ജയമുണ്ടായത്. അപ്പോൾ ആർക്കാണ് അവിടെ സ്വാധീനം? കെ മുരളീധരനാണോ പത്മജയ്ക്കാണോ? സാറ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. അത് ആർക്കും വായിച്ചെടുക്കാവുന്ന കാര്യം. തീർച്ചയായിട്ടും പകൽ പോലെ വ്യക്തമല്ലേ? പത്മജയ്ക്കാണ് അവിടെ സ്വാധീനമെന്ന് തെളിഞ്ഞില്ലേ? അപ്പോൾ കോൺഗ്രസ്സുകാർക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ ഒക്കെ പത്മജയ്ക്ക് അവിടെ ഒരു ശക്തമായ ജനകീയ അടിത്തറയുണ്ട്. ആ അടിത്തറ BJPയുടെ വോട്ട് കൂടെ ചേരുമ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കും. വലിയ മാർജിനിൽ BJP അവിടെ ജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കോൺഗ്രസ് എത്ര നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാലും അവിടെ അത് പത്മജയ്ക്ക് ഒരു വെല്ലുവിളി അല്ല എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ പത്മജയെ പോലെ ഓരോരുത്തരെ ഈ ഓരോരോ ജില്ലകൾ അങ്ങ് ഏൽപ്പിക്കാമെന്നുണ്ടെങ്കിൽ BJPക്ക് കൂടുതൽ സൗകര്യമായിരിക്കും. കാരണം പത്മജയ്ക്ക് തൃശ്ശൂർ ഒരു തൃശ്ശൂർ ജില്ലയിൽ അവർക്ക് സ്വാധീനമുണ്ട്, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്വാധീനമുണ്ട്, ഏതാണ്ട് ചാലക്കുടി തൊട്ട് അങ്ങോട്ട് നല്ല സ്വാധീനമുണ്ട്. പത്മജ പറയുന്നത് കോൺഗ്രസ്സിലായിരുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും വേദി കിട്ടാതെ പോയിട്ടുണ്ട്, എനിക്ക് KPCC ഓഫീസിൽ. ആ ഭയം BJPയിൽ വേണ്ട. അവർക്ക് കൃത്യമായിട്ട് അവർക്ക് ഇടം കിട്ടും, അവർക്ക് അവരുടെ മുഖം കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തും. അതിനൊന്നും BJPയിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഉണ്ടായാൽ അത് ഇടപെടാൻ പറ്റിയ നേതാക്കൾ സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഉണ്ട്, അവരത് കറക്റ്റ് ചെയ്തോളും. ഇവിടെ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ജില്ലയുടെ കാര്യം ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല, പക്ഷേ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ പത്മജ അത്ഭുതങ്ങൾ കാണിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്.